ഇതിനിടയ്ക്ക് മൊത്തം മാനക്കേടുണ്ടാക്കിയ ഒരു സംഭവം ഇന്നലെ ഡൽഹിയിൽ നടന്നു കിട്ടും. നമുക്ക് രാജ്യത്ത് മൊത്തം നാണക്കേടാണ്. നമ്മൾ വിചാരിച്ചത് നമ്മുടെ നാട്ടിലെ പറമ്പിലല്ലേ ഈ തെരുവുനായകൾ കൂടുതലുള്ളൂ എന്നാണ്. ചുമ്മാത ഡൽഹിയിലൊക്കെ നമ്മൾ കേരള ഹൗസിന്റെ പരിസരത്തോട്ട് പോയി കഴിഞ്ഞാൽ തെരുവുനായകളെ കൊണ്ട് അങ്ങോട്ട് ഇരിക്കാൻ പറ്റത്തില്ല. അവിടെ തെരുവുനായക്ക് ഭക്ഷണം കൊടുക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. രാജ്യത്തിന് പക്ഷേ നാണക്കേടായി ദില്ലിയിലെ തെരുവുനായയുടെ ആക്രമണം. ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കുറേ കോച്ചുമാരും കുറേ താരങ്ങളും ഒക്കെ എത്തി. ആ വിദേശ രാജ്യങ്ങളിലെ കോച്ചുമാരെ തെരുവുനായ കടിച്ചു. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ വെച്ചാണ് ഇന്നലെ കോച്ചുമാർക്ക് നായകളുടെ കടിയേറ്റത്. ആദിൽ പാലോടുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. ആദിൽ പാലോട്, ഇന്ത്യയിൽ നിന്ന് തിരിച്ചു പോകുമ്പോൾ ഈ വിദേശ കോച്ചുകളുടെ മനസ്സിലുള്ളത് ഇവിടെ നമ്മൾ കൊടുത്ത സൗകര്യമൊന്നും ആയിരിക്കത്തില്ല, ഇവിടുന്ന് നായ കൊടുത്ത കടിയായിരിക്കും അല്ലേ? സംഭവം മൊത്തത്തിൽ നാണക്കേടായി അല്ലേ ആദിൽ പാലോട്? ഉറപ്പായും അരുൺകുമാർ, രാജ്യ തലസ്ഥാനമാണ്, കഷ്ടമാണ് എന്നേ നമുക്ക് പറയാൻ കഴിയുള്ളൂ. പ്രത്യേകിച്ച് ആദ്യമായിട്ടാണ് ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പ് ഇന്ത്യ വേദിയാകുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല 2030 കോമൺവെൽത്ത് ഗെയിംസിനും 2036 ഒളിമ്പിക്സിനുമൊക്കെ ആതിഥേയത്വം വഹിക്കാനുള്ള ശ്രമങ്ങൾ ഇന്ത്യ നടത്തുന്നുമുണ്ട്. അതിനിടെയാണ് ഈ സംഭവം വലിയ മാനക്കേടായിരിക്കുന്നത്. ഇന്നലെയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. ലോക പാര അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കാനെത്തിയ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള 2 കോച്ചുമാർ, അത് കെനിയയുടെ കോച്ച് ഡെന്നിസ് വാൻസോ, ജപ്പാന്റെ അസിസ്റ്റന്റ് കോച്ച് മിക്കോ ഉക്കുബത്സു എന്നിവർക്കാണ് കടിയേറ്റത്. ഉടൻ തന്നെ ഇവരെ സഫ്ദർജംഗ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകി. ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിന് സമീപത്ത് വെച്ചാണ് കടിയേൽക്കുന്നത്. ഉടൻ തന്നെ അവർക്ക് ചികിത്സ നൽകി. പക്ഷേ വലിയ മാനക്കേടാണ്. പ്രത്യേകിച്ച് കായിക മേഖലയിൽ ഇന്ത്യ വലിയ വളർച്ചകൾക്ക് സാധ്യത തേടുകയാണ്. പല ലോക ചാമ്പ്യൻഷിപ്പുകളും രാജ്യത്തേക്ക് കൊണ്ടുവരാൻ ആതിഥേയത്വം വഹിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ലോകത്ത് ആദ്യമായി ഇങ്ങനെ ഒരു ചാമ്പ്യൻഷിപ്പ് വരുന്നു. അപ്പോൾ ഈ കോച്ചുകൾക്ക് ഈ നായകളുടെ കടിയേക്കുന്നത് വലിയൊരു നാണക്കേട് തന്നെയാണ് അരുൺകുമാർ. ഓക്കെ, ഒരു സംശയമില്ല, വല്ലാത്ത നാണക്കേടാണ് എന്ന കാര്യത്തിൽ. തിരിച്ച് ഇന്ത്യയിൽ നിന്ന് വിദേശ രാജ്യത്തേക്ക് പോകുന്ന കോച്ചുമാര് ഇന്ത്യയോ അയ്യോ പൊന്നെ ഓർമ്മിപ്പിക്കല്ലേ എന്നായിരിക്കും പറയുക ഈ നായയുടെ കടിയേറ്റ കാര്യത്തിൽ. ശ്രദ്ധിക്കണ്ടേ, വിദേശ രാജ്യത്ത് നിന്ന് വരുന്നവർ മാത്രമല്ല നമ്മുടെ നാട്ടിലെ ആളുകൾക്കും അങ്ങനെ കടിയേക്കാൻ പാടുണ്ടോ എന്നുള്ളതാണ്. എന്നാലും സംഭവം ആകപ്പാടെ നാണക്കേടായി പോയി.